നമ്മൾ ഡാർക്ക് ലൈം ഉണ്ടാക്കാൻ പോവുകയാണ്. ഡാർക്ക് ലൈം എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. തമ്പനയിൽ കണ്ടതുപോലെ തന്നെ 2 ലെയറുകളായിട്ടുണ്ടാകുന്ന ഒരു അടിപൊളി കിഡിലൻ ലൈമാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. ചെറിയ വീഡിയോ ആണ്. മാസ്റ്റർ ബീസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നത് ഒരു റെഫ്രിജറേറ്റർ ഗീവ് അവേ ആയിട്ട് നൽകുന്നുണ്ട്. അതിനായിട്ട് എല്ലാ വീഡിയോക്കും ഈ ഒരു വീഡിയോക്കൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എങ്ങനെ നമുക്ക് ഡാർക്ക് ലൈം ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ലൈം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാ ചെറുനാരങ്ങ, ഇഞ്ചി, പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് സാധാരണ നമ്മൾ ലൈം ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്കൊന്ന് ലൈം ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ജാറെടുത്തതിന് ശേഷം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇതിലുള്ള കുരുവെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നാരങ്ങ നീര് മാത്രം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളൊരു ലൈം ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഡാർക്ക് ആക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ലൈം ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേപോലെ 2 ഗ്ലാസ്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഐസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു തണുപ്പിന് വേണ്ടിയാണ്. ഇതിലേക്ക് 2ലേക്കും നമ്മൾ ഐസ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഡാർക്ക് ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് കൊക്കക്കോള എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഡാർക്ക് ലൈമിൻ്റെ രസം എന്ന് പറയുന്നത്. കൊക്കക്കോള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതേപോലെയുള്ള ഒരു സ്പൂൺ എടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടോ, ലൈമായിട്ട് മിക്സ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ പതുക്കെ സ്പൂണിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് നിർത്തുക കേട്ടോ. ഇതേപോലെ 2ലും ചെയ്തെടുക്കുക. ഇങ്ങനെ 2 ലെയറുകളായിട്ട് നിൽക്കുന്ന ഈ ഒരു രീതിയിലാണ് ഡാർക്ക് ലൈം ഉണ്ടാക്കാറുള്ളത്. ഇത് സാധാരണ കൂൾ ബാറിലൊക്കെ ലഭ്യമാണ്. 25 രൂപയാണ് ഇതേപോലെയുള്ള ഒരു ഡാർക്ക് ലൈമിന് വില കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് 2 ഡാർക്ക് ലൈം എടുത്തു. നമ്മൾ ഇതേപോലെ 2 ചെറുനാരങ്ങ പീസ് എടുത്തതിന് ശേഷം ഇതേപോലെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഡാർക്ക് ലൈം ഇതാ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡാർക്ക് ലൈം ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കുടിച്ച് നോക്കാം. അതുകൊണ്ടോ 2 ലെയറായിട്ട് നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് വന്നൊരവസരം എന്താ വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു കൂൾ ബാറിൽ കയറിയ സമയത്ത് അവർ ഒരു സ്പെഷ്യൽ ഡാർക്ക് ലൈമുണ്ട്, അതൊന്ന് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കുടിച്ച് നോക്കി. അപ്പോഴാണ് ഇതുണ്ടാക്കുന്ന രീതിയൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതേപോലെ ഉണ്ടാക്കി തന്നാണ്. ഇനി നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതേപോലെ സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം കേട്ടോ, ഇതിൽ മിക്സ് ആവട്ടത് ഒഴിക്കുന്ന ആ രീതി കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ആവുന്ന കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഒരു പ്രാവശ്യങ്ങളൊന്നും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. പെപ്സിയോ അല്ലെങ്കിൽ കൊക്കക്കോളയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു അടിപൊളി ലൈം ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിലൊക്കെ ആളുകൾ വരികയാണെങ്കിൽ സ്പെഷ്യൽ ലൈം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ചെറുതായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. മാസ്റ്റർ ബീസ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതൊരു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നത് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഗീവ് അവേ കിട്ടുന്നത്. അതിനായിട്ട് എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.